എനിക്ക് ഗുജറാത്തിൽ വെച്ചിട്ട് ഒരു 3 വയസ്സുള്ളപ്പോൾ എന്നെ ഒരു സൈക്കിൾ വന്ന് ഇടിച്ചതാണ്. ഒരു ആൻറ്റി എങ്ങാണ്ട് അപ്പുറത്ത് കൊണ്ടുപോയി പൈസ കൊടുക്കുമെന്ന് വെച്ച് റോഡ് ക്രോസ് ചെയ്തിട്ട്. അവരത്രയും വിചാരിച്ചിട്ടില്ല. ഞാനും കുഞ്ഞല്ലേ, ഞാനങ്ങ് റോഡ് ക്രോസ് ചെയ്ത് പോയി. 2 സൈക്കിളുകാർ വന്ന് ഇടിച്ച് തട്ടി വീണു. എനിക്കിവിടെ എത്രയോ സ്റ്റിച്ചുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണാം, അവിടെ ഒരു തടിപ്പ് കാണാം, ഇങ്ങനെ ഒരു ചെറിയൊരു വെട്ടലുണ്ട്. ആ പ്രായത്തിലെ അവരപ്പോഴേക്ക് നാട്ടുകാരടിയായിരുന്നു. കാരണം ഞാൻ ആ ഏരിയയിൽ ഭയങ്കര കണ്ണിലുണ്ണിയായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ആ പ്രായത്തിലേ കിടന്ന് കരഞ്ഞു പറയുക, അയ്യോ അടിക്കല്ലേ അടിക്കല്ലേ, അങ്കിളുമാരെ അടിക്കല്ലേ എന്നും കിടന്ന് ഞാൻ ബഹളം വയ്ക്കുക. എൻ്റെ വേദനയല്ല ഞാൻ അപ്പോഴും കാണിക്കുന്നത്. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടിട്ട് സൈക്കിൾ വാങ്ങി വെച്ചു. എനിക്കറിയില്ലല്ലോ, വലുതായപ്പോഴും അമ്മ പറയുന്നത് സൈക്കിൾ വാങ്ങി വെച്ചെന്ന്. അപ്പോൾ ഞാൻ പറയും, കഷ്ടമുണ്ടമ്മ, എന്നാൽ സൈക്കിൾ കൊടുക്കാണ്ടിരുന്നത് എന്താണെന്ന്. എൻ്റെ കരച്ചിൽ കാരണം അവരെ വിട്ടതാണ്. സൈക്കിൾ വാങ്ങി വെച്ചിട്ട് വിട്ടുപോലും. എനിക്കതറിയില്ലായിരുന്നു. ഇനി ഞാൻ പറഞ്ഞേനെ സൈക്കിളും കൊടുക്കുമെന്ന് പറഞ്ഞേനെ. അതൊന്നും പറയാനുള്ള ബുദ്ധിയൊന്നുമില്ലല്ലോ. പക്ഷെ ആരെയും അടിക്കുന്നതും ഉപദ്രവിക്കുന്നതൊന്നും അന്നും എനിക്കും ഇഷ്ടമല്ല. അതുപോലെ തന്നെ എൻ്റെ ഈ ഇടത് കയ്യിൽ, എന്തെങ്കിലും അയാൾ കാണുമായിരിക്കും, ഇടത് കയ്യിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, ഒരു പാട് കണ്ടോ, ബ്ലൈഡ് വെച്ച മാന്തി പാടാണ്. അതിൻ്റെ ബ്രേസ്ലെറ്റ് കിടക്കുന്നതിൻ്റെ താഴെ വരെയുണ്ട്. ഈ ഒരു സർക്കിൾ മുതൽ ഈ ഒരു എൻഡ് മുതൽ താഴെ വരെയുണ്ട്. അത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നു. അപ്പോൾ വരുമ്പോൾ ഒക്കെ ഞങ്ങൾക്ക് ചോക്ലേറ്റ് എല്ലാം കൊണ്ടുവരുമ്പോൾ ഞങ്ങളിങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം ചുറ്റിനും ഒരുക്കിയിട്ടാണ്. അപ്പോൾ ചെന്നിരുന്നപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഷേവ് ചെയ്യുന്നു, ബ്ലൈഡ് വെച്ചിട്ട് ഷേവ് ചെയ്യുന്നു. നമ്മൾ കുട്ടികളൊക്കെ കുഞ്ഞല്ലേ, അതും ഈ ഒരു ഏജിലാണോ അല്ല, അതും എനിക്ക് 6-7 വയസ്സൊക്കെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഷേവ് ചെയ്ത് ബ്ലൈഡ് അവിടെ ഊരി വെച്ചു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ചെക്കനെ എന്ത് ചെയ്തു, ഞാൻ നിനക്ക് ഷേവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലൈഡ് എടുത്തിട്ട് ഒരൊറ്റ കീറൽ എൻ്റെ കൈ. ഇങ്ങനെ ഷേവ് ചെയ്തതാൾ, പക്ഷെ അത്രയും അങ്ങ് കീറിപ്പോയി കൈ. ഉടനെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സ്റ്റിച്ചിട്ടു. അങ്ങനെ പാടിപ്പോഴും ഉണ്ട്, കയ്യിലുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും എനിക്ക് പേടി. കാരണം നമ്മൾ ഈ കുട്ടികൾ തമ്മിൽ പറയുമല്ലോ, നമ്മളെ വീട്ടിൽ അടിക്കും ഇങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കറിയാം അവരുടെ അച്ഛൻ എപ്പോഴും അടിക്കും. അവരെ ഉപ്പ മുസ്ലിംസാണ്, അവരെ ഉപ്പ അങ്ങനെ അടിക്കും. അപ്പോൾ എനിക്കതാ പേടി, ഇവർ അടിച്ചിട്ടുണ്ടാവും. ഞാൻ വരുമ്പോൾ ഇവിടെ അടി തുടങ്ങി. ഞാൻ എന്നിട്ട് എൻ്റെ ആ കയ്യോട് കൂടിയിട്ട് ഞാൻ അവരെ ഉപ്പാനോട് പറയാൻ, അവരെ അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച് ഞാൻ കിടന്ന് ബഗ് ചെയ്യുക. എൻ്റെ കരച്ചിലും ബഹളം കാരണം ഇവർക്ക് അടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ആളെ കണ്ടു, കല്യാണം കഴിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇനി മറക്കാൻ പറ്റുമോ, മരിക്കുന്നവരെ എനിക്ക് മറക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ ആ പാടിപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. പക്ഷേങ്കിൽ ദേഷ്യം പിടിച്ചാൽ ചിലർ ദേഷ്യം പിടിച്ചാൽ മറക്കുമായിരിക്കാം, ദേഷ്യം പിടിച്ച് ശത്രുതയുള്ളവർ മറക്കുമായിരിക്കും. എൻ്റെ ഒരു മൈനസ് പോയിൻ്റ് അതാണ്. ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഞാൻ ആരെയും വെറുക്കില്ല. വെറുത്ത് കഴിഞ്ഞാൽ ഒരു പിണക്കം എനിക്ക് എൻ്റെ മനസ്സിനങ്ങ് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരോട് ജന്മം ചെന്നാൽ വേണ്ടില്ല. മനസ്സിലൊരു വെറുപ്പ് അല്ലെങ്കിൽ ഒരകൽച്ച വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും രീതിയിൽ ഒരു അകൽച്ച വന്നാൽ പിന്നെ ഞാൻ ജന്മം ചെന്നാൽ, അതെൻ്റെ വളരെ മോശ സ്വഭാവമെന്ന് എനിക്കറിയാം. എന്തോ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം എൻ്റെ സ്വന്തം എന്ന് കാണുന്ന കൂട്ടത്തില്ല. എൻ്റെ സ്വന്തം, എൻ്റെ വീട്ടിലുള്ള ഒരംഗം. ഇപ്പോൾ സോദിക്കറിയാം, ഷമ്മൂനറിയാം, ശ്രീക്കറിയാം അല്ലേ, അതുപോലെ ഞങ്ങൾ അങ്ങനെ സ്വന്തമായിട്ട് കാണുന്നത്. അങ്ങനെ എല്ലാവർക്കും എൻ്റെ ആ സ്വഭാവം അറിയാം. എല്ലാവർക്കും ഇപ്പോൾ വീഡിയോയിൽ കാണുന്നവർക്കൊക്കെ അറിയാം. കുറച്ച് പേര് എന്നെ അറിയാമെന്നുള്ളവരും അല്ലേ. അപ്പോൾ ഈ 2 ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരെ ഞാൻ 2.5 കൊല്ലമായിട്ടേ കാണുന്നുള്ളൂ. അവരുടെ വിചാരം ഞാനെന്തോ ഫേക്കാണെന്നുള്ള ചിന്തയായിരിക്കണം, എനിക്കറിയില്ല എന്താണ്. സ്വയം ചിന്തിച്ചാൽ മതി. ഞാനന്ന് വീണിരുന്നെങ്കിൽ, ഞാനന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ, ആ അഡ്മിറ്റ് പേപ്പറിൽ എനിക്ക് എന്ത് അസുഖമെന്ന് അവർക്ക് നല്ലോണം അറിയാം. അന്നതിൽ ആ പേപ്പറിൽ അവരവിടെ എഴുതി കുറിച്ചിരുന്നെങ്കിൽ അത് അവർ തന്നെ ലീഗലി മൂവ് ചെയ്യും. എനിക്കതറിയാം, അവർക്കും അതറിയാം അങ്ങനെ ഒരു ഇവർക്ക് ഇഷ്യൂ ഉണ്ട്. ഒന്ന് ചിന്തിക്കും, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ലീഗലി അന്ന് അങ്ങനെ പോയിരുന്നെങ്കിൽ
എന്തൊക്കെ നഷ്ടങ്ങളായിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടാവുക. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല, എനിക്ക് തിരിച്ചും പിരിഞ്ഞും ഒന്നും നോക്കാനില്ല. എനിക്ക് ഇന്നത്തെ എനിക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് നിങ്ങൾ കൊല്ലരുത്. കൊല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇച്ചിരി വിഷം വാങ്ങി ഞാൻ കലക്കി തന്നാൽ മതിയായിരുന്നു. അത്രയും സന്തോഷം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പൈസ തരാം. നിങ്ങളിങ്ങനെ കൊല്ലുന്നതിലും ഭേദം അങ്ങനെ കൊന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സന്തോഷത്തോടു കൂടി ഞാൻ പറയാം. പറ്റുകയാണെങ്കിൽ കുറച്ച് ജ്യൂസിൽ വിഷം കലക്കിത്താ, നിങ്ങളുടെ ദേഷ്യം തീരുമെങ്കിലും. ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് സ്വയം ചിന്തിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇതിൽ ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രസ്സിൽ ഞാൻ ഇൻസൾട്ട് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഒരു വർക്കിൽ ഞാൻ ഇൻസൾട്ട് ചെയ്തിട്ടില്ല, പിന്നെ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല, നിങ്ങളെ വീട്ടിൽ വന്നിട്ടില്ല, നിങ്ങളെ കൂടെ ഒരു കാര്യത്തിലും ഞാൻ വന്നിട്ടില്ല. ഗുണത്തിനില്ല, ദോഷത്തിനില്ല. ഞാൻ എപ്പോഴും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഏറ്റവും ബാക്ക് ബെഞ്ച് കയറി എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. എനിക്കിങ്ങനെ എൻ്റെ സാധനങ്ങളെല്ലാം നിരത്തി വയ്ക്കണം, കുറേ സ്ഥലം വേണം. പിന്നെ ഞാൻ വാദോരാതെ സംസാരിക്കും. അപ്പോൾ എനിക്ക് ഡിസ്റ്റർബാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്നൊരിടത്തിരിക്കും. പിന്നെ എന്തിനാണ് എന്നോട് ഈ ശത്രുത എനിക്കറിയില്ല. പക്ഷേങ്കിൽ ദയവ് ചെയ്ത് ഞാൻ മരിക്കുന്നത് വരെ നിങ്ങൾ എന്നോട് മിണ്ടാൻ വരരുത്. എൻ്റെ മുന്നേ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാറി നടന്ന് പോയിക്കോണം. പിന്നെ വിഷമിപ്പിക്കുമ്പോൾ ഓർക്കുക, പിന്നെ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന പാവങ്ങളൊക്കെ ദൈവം അത് എണ്ണി എണ്ണി നിങ്ങൾക്ക് തിരിച്ചു തരും. ഞാൻ ഇന്ന് വരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല. ദേഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അത്രയും വേദനിപ്പിച്ചതുകൊണ്ട് മാത്രം. അപ്പം ചെയ്തു കൂട്ടിയതും പറഞ്ഞു കൂട്ടിയും പാവങ്ങൾ, വേദനിപ്പിച്ച് കൂട്ടിയതിൻ്റെയും പാവങ്ങൾ എണ്ണി എണ്ണി അനുഭവിക്കും. ആരായാലും ശരി.